കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഷോൺ ജോർജും പിണറായി വിജയനും തമ്മിലുള്ള. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ്? കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് വൻ വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് കെട്ടടങ്ങുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ മാസം കടക്കുകയാണ്, ജൂണിൻ്റെ അവസാനമാണ്. എന്തായിത്തീരും നമ്മുടെ SFIO അന്വേഷണം? ഞാൻ എന്തായി തീരുമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ഒരു കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ പോരാട്ടം ആരംഭിച്ചത്. ആ അന്വേഷണം നടക്കുന്നു. അവിടെ എനിക്ക് ബോധ്യമുള്ള ചില വിഷയങ്ങളുണ്ട്. ആ ബോധ്യങ്ങളാണ് ഞാൻ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതും. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ SFIO പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ അന്വേഷണത്തിന് സെപ്റ്റംബർ 31 വരെ കാലാവധിയുണ്ട്. ആ കാലാവധിക്കുള്ളിൽ അവരെന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് അവർ അതിൻ്റെ ഒരു റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് വരുന്നിടം വരെ അത് കാത്തിരിക്കുക എന്നുള്ളത് എൻ്റെ മര്യാദയാണ്. പക്ഷേ ഷോൺ ജോർജ് എൻ്റെ അടുത്ത് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ജൂലൈ 1 മുമ്പ് പിണറായി വിജയൻ അറസ്റ്റിലാകും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം വെച്ചാൽ ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഈ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു EDയുടെ ഒക്കെ ഒരു ആക്ഷൻ അനുസരിച്ച് അങ്ങനെയല്ല SFIO മനസ്സിലാക്കിയെടുത്തുള്ള. അവർ ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. എല്ലാ കാര്യങ്ങളിലും അവരുടേതായ ഒരു രീതിയുണ്ട്. ബഹളങ്ങളുള്ള ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ED പ്രവർത്തിക്കുന്നത്, പക്ഷേ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് SFIO പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തന്നെ ഒരു വലിയ വ്യത്യാസം പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ഈ നിയമ പോരാട്ടത്തിന് കേരളത്തിലൊരു വില കിട്ടിയില്ല എന്ന് പറയാൻ കഴിയുമോ? ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വില കിട്ടിയത് എൻ്റെ പാർട്ടിക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും CPMന് അടി കിട്ടി എന്നുള്ളത് കാര്യം വ്യക്തമല്ലേ? CPMന് അടി കിട്ടിയതിൽ എത്രമാത്രം പങ്കാളിത്തമുണ്ട് ഈ SFIO? 100%. ഈ CPMന് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഒരു കാര്യം തീർത്ത് പറയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുൾപ്പെടെ കേരള സമൂഹത്തിന് പിണറായി എന്ന കള്ള നാണയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതെല്ലാവർക്കും അത് കക്ഷിഭേദമില്ലാതെ, അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കേരള കോൺഗ്രസ് നേതാക്കന്മാർ, എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ, ഇവരെല്ലാവരും സമ്മതിക്കുന്ന, എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യം, ഈ പിണറായി 2021 പിണറായി അല്ല, 2024 മെയ് മാസത്തിൽ ലോക്സഭാ ഇലക്ഷൻ നേരിട്ട പിണറായി. ഒരു നിസ്സാര ഉദാഹരണം പറയട്ടെ, എവിടെയെങ്കിലും പിണറായിയുടെ ഒരു പോസ്റ്റർ കണ്ടോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കൂടെ? സ്ഥാനാർത്ഥിമാരെല്ലാം അവരവരുടെ മണ്ഡലത്തിൽ പിണറായി എത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വിചാരിക്കുന്ന, അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റാർ കമാൻഡറാണ്, ക്രൗഡ് പുള്ളറാണെന്ന് അദ്ദേഹം വിചാരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അയാൾ എല്ലായിടത്തും പോയി. പക്ഷേ അദ്ദേഹം വരരുത് എന്ന് നല്ലൊരു ശതമാനം. കഴിഞ്ഞ ദിവസം തോമസ് ചാഴികാടൻ തുറന്നു പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു മുഖ്യ കാരണം മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളും അത് പറയുന്നുണ്ട്. അദ്ദേഹം അതിനുള്ള തൻ്റെ ഇടം കാണിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാവ് തിരുത്തി. അപ്പോൾ പിണറായിക്കെതിരെ വർത്താനം പറയും. ഇപ്പോൾ 6 ജില്ലാ കമ്മിറ്റികൾ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പിണറായിക്കെതിരെ വർത്താനം പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അത് ഈ പറയുന്ന മാസപ്പടി വിവാദം തന്നെയാണ് ഏറ്റവും അധികം പ്രശ്നമായി മാറിയത്. തീർച്ചയായിട്ടും. അതല്ലാതെ വേറെ എന്താണ് വേറെ അലിഗേഷൻ? മാസം മാത്രമല്ല, പിണറായിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് വീണ വിജയന്റെ പേര് പറഞ്ഞ് ഇത്ര ഒരു ആരോപണം ഉണ്ടായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞതല്ലേ? ഇതിന് ഉത്തരം പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ല, വീണയാണ്. വീണയെ ഉത്തരം പറയേണ്ട കാര്യത്തിന് എന്താണ് സംസ്ഥാന സെക്രട്ടറി ഉത്തരം പറഞ്ഞത്? എത്ര ദയനീയമാണ് ആ അവസ്ഥ. ഇതിനു മുമ്പ് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിച്ച 29 പേരാണ് സംസാരിച്ച് 20 പേരും ഈ വിഷയം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പിണറായിക്കെതിരെ പറഞ്ഞത്. അപ്പോൾ വീണ ഉത്തരം പറഞ്ഞൊരു വിഷയത്തിൽ ഞാൻ അവസാനമായി പറഞ്ഞ വീണയ്ക്ക് അക്കൗണ്ടുള്ള വിദേശ അക്കൗണ്ടിനെ സംബന്ധിച്ച് പറഞ്ഞു. ആരാണ് ന്യായീകരിക്കുന്നത്? അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ആരാണ് ന്യായീകരിച്ചത്? അവിടുന്ന് ഒരു എക്സാലോജിക് എന്ന് പറഞ്ഞ് മറ്റൊരു പേരുള്ള കമ്പനിയെ കൊണ്ടുവന്നിട്ട് ഞങ്ങളും വീണയായിട്ട് ബന്ധമില്ല. ഞാൻ അവരെക്കുറിച്ച് വല്ലതും പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ല. എക്സാലോജിക് എന്ന പേരിൽ വീണ ടീം സുനീഷ് വീണയുടെ മുൻ ഭർത്താവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുണ്ട്. 2019 അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ലാവലിനുൾപ്പെടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് ആ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്. ഇതല്ല ഞാൻ പറഞ്ഞത്. അവർ നിഷേധിക്കാൻ പറ്റും. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ, പ്രത്യേകിച്ചും എന്നാ പറയുന്നത്, ഒത്തിരി ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്ന ആളുടെ വ്യക്തിയുടെ മകൾക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിച്ചാൽ അവർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം, അവരെ മുഖം അന്വേഷിക്കാൻ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവനായിരിക്കപ്പെടുകയല്ലേ? എന്തുകൊണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? അവരെന്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല? തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ എനിക്ക് വിവരങ്ങൾ തന്ന ആളുകൾ ജയിലിൽ പോകും. മനസ്സിലായില്ല? അത് ഒഫീഷ്യലായിട്ട് മാത്രമേ എടുക്കൂ. അതിനുള്ള പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ,
ഈ കള്ള നാണയത്തെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല സഖാക്കളെല്ലാം പോയി. അവരെല്ലാം ഏതെങ്കിലും തരത്തിൽ പിണറായി ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. എന്തിന്? കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കാരണക്കാരനായ MVRന്റെ മകനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വിളിച്ച് നിയമസഭാ ഇലക്ഷൻ മത്സരിപ്പിക്കും. ഒന്ന് മത്സരിപ്പിച്ചു, ഔദ്യോഗികമായി പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇവർ ഈ പുഷ്പനെ അറിയാമോ, നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് ഇനി എങ്ങനെ പാടും? ആ പുഷ്പൻ ആരായി? ഒരു ചോദ്യമില്ലേ, ആ പുഷ്പൻ ഇപ്പൊ ആരായി? ആ പുഷ്പനെ കാണാൻ വീട്ടിൽ ഇനി ഇദ്ദേഹം നികേഷ് കുമാർ സന്ദർശനം കൂടെ നടത്തിയാൽ പൂർണ്ണമായി. ഇനി ഇവരെ എങ്ങനെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കൊണ്ട് ഇവരെ പക്ഷെ നാണമില്ല കേട്ടോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചുപോയി. ഇവിടെ ഇപ്പോൾ ഉള്ളത് പിണറായി ലിമിറ്റഡ് കമ്പനിയാണ്. ആ ലിമിറ്റഡ് കമ്പനിക്ക് എന്തും ചെയ്യാം. നല്ല കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചുപോയി. അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുമോ? ആരൊക്കെയോ ഇപ്പോഴും ഉണ്ടെന്നുള്ള തെളിവുകളാണ് 6 ജില്ലാ കമ്മിറ്റികളിൽ നിന്നും എതിർ സ്വരം ഉയർന്നത്. എന്നാൽ പോലും അതിനെ അടിച്ചമർത്താൻ ഉള്ള ഈ ദിവസങ്ങളിൽ പിന്നെ ബഹളങ്ങളൊക്കെ നിന്നല്ലോ. ഇനി അത് അടിച്ചമർത്തപ്പെടും. പിണറായിക്കെതിരെ ആരൊക്കെ സംസാരിച്ചോ അവരൊക്കെ വരുന്ന നാളുകളിൽ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തി ഇല്ലാതാക്കി കളയും. അങ്ങനെയുള്ള ഒരു പ്രതികരണമാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? വളരെ എല്ലാ തട്ടിലും അടിത്തട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണമല്ലേ ഉണ്ടായിട്ടുള്ളത്? അതിനടിസ്ഥാനപരമായിട്ട് ഈ SFIO അന്വേഷണം തന്നെയല്ലേ കൃത്യമായി പറഞ്ഞു? 100%. കാരണം ഇതിനെ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആകെപ്പാടെ തന്നെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാലോജിക്ക് വേറൊരു കമ്പനിയെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ദുബായ് പത്രസമ്മേളനം നടത്തി ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് ആരോപണമാണ് ഇവർക്ക് കൃത്യമായി നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആൻസറബിൾ ആയ ഒരു വ്യക്തിയാണ്. ആ ആൻസറബിൾ ആയ ഒരു വ്യക്തി, അക്കൗണ്ടബിൾ ആയ വ്യക്തിക്കെതിരെ ഇത്ര വലിയൊരു ആരോപണം വന്നിട്ട് അതിനെ പ്രതിരോധിക്കാനോ അതിന് മറുപടി പറയാനോ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ആ പാർട്ടി സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല. അത് ജനം വിലയിരുത്തും അതിനെ. ഇപ്രാവശ്യം BJPക്ക് ഇതുകൊണ്ട് എത്രമാത്രം ഗുണം കിട്ടിയിട്ടുണ്ട്? BJPയുടെ നല്ല കാൻഡിഡേറ്റ്സ് വന്ന സ്ഥലങ്ങളിലെല്ലാം, അതായത് ഫൈറ്റിംഗ് കാൻഡിഡേറ്റ്സ് വന്ന സ്ഥലങ്ങളിലെല്ലാം, ഇപ്പൊ ഞാൻ ഒരു തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, എല്ലാ സ്ഥലങ്ങളും എടുത്ത് നോക്കിയ വോട്ട് കൂടിയത് എത്ര ശതമാനം വോട്ട് കൂടി? അപ്പോൾ അത് പരമ്പരാഗത CPM വോട്ടുകൾ തന്നെയാണ് ചോർന്നിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല 3% വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു. 20% BJPയുടെ വോട്ട് വർദ്ധിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനകത്ത് ഇപ്പം കോൺഗ്രസിന് വോട്ട് കൂടിയ 3-4 രാഷ്ട്രീയ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു കൺസോൾട്ടേഷൻ. ഞാനത് അങ്ങനെ എടുത്തു പറയുന്നില്ല, എനിക്ക് ഈ വർഗീയത പറയുന്ന അല്ല, വർഗീയ കാര്യങ്ങൾ പരാമർശിക്കുന്ന ഇഷ്ടമല്ലാത്ത വ്യക്തി. ഇവിടെയുള്ള ഒരു കൺസോൾട്ടേഷൻ ഹൂ ഈസ് അഗൈൻസ്റ്റ് BJP എന്ന് ചിന്തിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ഇവിടെ. ആ കൺസോൾട്ടേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസ് അനുകൂലമായി നിൽക്കും. ആ ഒരു കൺസോൾട്ടേഷനൊപ്പം CPMന്റെ ഉള്ളിൽ നിന്നും വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായത്. കോൺഗ്രസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, പക്ഷേ CPMന്റെ ഉള്ളിൽ നിന്നും പാർട്ടിയോടും പിണറായി വിജയന്റെ ദുർഭരണത്തോടും ഉള്ള ഒരു വലിയ, അതുപോലെ ഇവരുടെ നവകേരള സദസ്സ് 12 സ്കൂളിൻ്റെ മതിലാണ് കോട്ടയം ജില്ല. എൻ്റെ ജില്ലാ പഞ്ചായത്തിൽ മാത്രം 12 സ്കൂളിൻ്റെ മതിലാണ് പൊളിച്ചു പണിയുന്നത് മുഖ്യമന്ത്രിയുടെ വണ്ടി കയറ്റാൻ വേണ്ടി. ഇവിടെ മനുഷ്യന് ഇപ്പോൾ ഇന്ന് നമ്മുടെ പെൻഷൻ വിതരണം ഇന്ന് നടക്കുന്നുണ്ട്, ഇന്ന് പ്രഖ്യാപിച്ചു. ആ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഈ ആഡംബരങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതെന്താ? ഇവിടെ പാവപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോൾ ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയും നിയമസഭയിൽ പറഞ്ഞു, സാമ്പത്തിക പ്രതിസന്ധി കാരണം വിപണിയിൽ ഇടപെടാൻ കഴിയുന്നില്ല, പച്ചക്കറിയുടെ വില നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ 3 കോടി രൂപയ്ക്ക് വീണ്ടും പുതുക്കുന്നത്. ഇത് രണ്ടും ഒരു സംസ്ഥാനത്താണ് നടക്കുന്നത്. ഒരേപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഒരു കാര്യം പറയും, തൊട്ടിപ്പുറത്ത് മുഖ്യമന്ത്രി എന്താ രാജാവാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ വന്നപ്പോൾ മാത്രമല്ല ഇത് ഇങ്ങനെ ഒരു കീഴ്വഴക്കമുള്ളൂ. ഇതിനേക്കാൾ പ്രഗത്ഭർ ഈ നാട് ഭരിച്ചിട്ടില്ലേ? കെ കരുണാകരനും EK നായനാരും VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ഭരിച്ചിരുന്നല്ലോ. അന്നൊക്കെ ഒരു മാന്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി. ഇത് ആരും ചോദിക്കാനില്ല, രാജാവാണെന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുകയാണ്. ഇതെവിടെ പോയി നിൽക്കാണ്? ഷോൺ ജോർജ് ഇക്കാര്യത്തിൽ ഇടപെടാൻ കാരണം, ഫൈറ്റ് ചെയ്യാൻ കാരണം, സ്വന്തം പിതാവിനെതിരെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം പിണറായി വിജയൻ നടത്തിയിട്ടാണ്. കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ നിരന്തരമായി അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതികാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികാരം പൂർണ്ണമായും പൂർത്തിയാകുമോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് പ്രതികാരത്തിന് ഞാനത് അല്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാവും. ഞാൻ എൻ്റെ മനസാക്ഷിയോട് പറയുന്ന ഒരു നുണയാവും. ഞാൻ അതിവിടെ തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് എൻ്റെ ചിന്താഗതിക്ക് അതിനൊക്കെ ഒത്തിരി അപ്പുറത്ത് പോയി. കാരണം ഇതെൻ്റെ കടമയാണ്.
ഞാൻ തുടങ്ങിയിടത്ത് എൻ്റെ ഒരു വാശിക്ക് ഞാൻ തുടങ്ങിയതാണെങ്കിൽ ഇന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട, ഈ നാടിനെ കൊള്ള ചെയ്തവർക്ക് അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായി ഈ സമൂഹത്തിൽ അവശേഷിക്കാൻ എനിക്ക് അർഹതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇത് കാര്യത്തിൽ ഇടപാട് ഏകദേശം ഒരു ചെറിയ എമൗണ്ട് അല്ല നടന്നിരിക്കുന്നതെന്ന് അറിയാലോ. നമ്മളെ അക്കൗണ്ടിൽ കൂടെ വന്ന 1,72,00,000 രൂപ മാത്രമാണ്. ബാക്കി ആദ്യത്തെ ഒരു ഘട്ടത്തിൽ 100 കോടി രൂപയാണെങ്കിലും പിന്നീട് കോടാനുകോടി രൂപ ഇതിൽ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എങ്ങോട്ട് പോയി? ഇത് അമേരിക്കയ്ക്ക് പോയി. പച്ചയ്ക്ക് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോയി. ഇത് എവിടെ നിന്നൊക്കെ ഇപ്പം എനിക്കറിയാവുന്ന ഒരു അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇനി ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്. ഇപ്പം ഞാനൊരു വഴിക്ക് പോയപ്പോൾ ഞാനൊരു മൗറീഷ്യസ് വരെ എത്തി. ഒരു വഴിക്ക് പോയപ്പോൾ അതിനൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ വലിയ രേഖകളൊന്നുമില്ല. പക്ഷേ മൗറീഷ്യസിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുടെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് എന്ന് ഞാൻ നോക്കിയപ്പോൾ അതൊരു ഫ്ലാറ്റിൽ ഒരു അമ്മച്ചി മത്തി വറുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ആ മൗറീഷ്യസിലുള്ള കമ്പനിയുടെ കേരള ഓഫീസിൻ്റെ അവസ്ഥ. അത് കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവരുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിക്കിട ബാക്കിയോ നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ അങ്ങനെ എത്രയോ മൗറീഷ്യസ് കമ്പനികളിലോ അമേരിക്കൻ കമ്പനികളിലോ അല്ലെങ്കിൽ സ്വിസ് ബാങ്കുകളിലോ ഒക്കെ അക്കൗണ്ടുകൾ എത്രയൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ അവശേഷിക്കുന്ന നമുക്ക് കിട്ടിയത് 1.72 ആണ്. ഇപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. 2019 ക്ലോസ് ചെയ്തു പോയ ഒരു അക്കൗണ്ടാണ് അത്. മുൻ ഭർത്താവ് ക്ലോസ് ചെയ്തപ്പം ക്ലോസ് ആയി പോയതാണ്. എന്തോ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. എങ്ങനെയാണ് മുൻ ഭർത്താവ് അത് ക്ലോസ് ചെയ്തപ്പോഴും അദ്ദേഹം സിഗ്നേറ്ററി ആയിരുന്നു. അപ്പം അതിനുശേഷം ആ അക്കൗണ്ടുകളിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ള അമേരിക്കയിലേക്കാണ്. ഒരു സംശയം വേണ്ട. ഇവിടെ നമ്മളെല്ലാവരും പണ്ട് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നൊരു പേരുണ്ട്. എന്താണ്? കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ആരാണ്? കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ഫാരിസ് അബൂബക്കറാണ്. കേരളത്തിന്റെ ഓരോ ചലനങ്ങളും വിദേശത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഫാരിസ് അബൂബക്കറാണ്. അത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ കാര്യമാണെങ്കിലും സെക്രട്ടേറിയറ്റിലെ കാര്യമാണെങ്കിലും കുടുംബകാര്യമാണെങ്കിലും എല്ലാം അവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത്. ആ ഫാരിസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? അമേരിക്കയിലാണ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ടിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ളത് എങ്ങോട്ടാണ്? അമേരിക്കയിലേക്കാണ്. ഇതപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ശേഷകാലം അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് സംശയിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇനിയിപ്പോൾ എത്ര കാലം ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വരുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പണം മുഴുവൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ ബിലീവേഴ്സ് ചർച്ചിന് എന്തുമാത്രം പങ്കുണ്ട്? എനിക്ക് അറിയാൻ മേലാത്തൊരു കാര്യം ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് ബിലീവേഴ്സ് ചർച്ചിൻ്റെ കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്നത്. എനിക്കറിയില്ല. നേരത്തെ ഒരു വഴി പണം ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എൻ്റെ അറിവിൽപ്പെട്ട ഒരു കാര്യമല്ല കേട്ടോ, എനിക്കറിയില്ല. അമേരിക്കയിൽ പോകണമെങ്കിൽ എന്താണെങ്കിലും ഇവിടുന്ന് ഫണ്ട് പോവുകയോ അല്ലെങ്കിൽ അവിടുന്ന് ഫണ്ട് കിട്ടി അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയോ വേണമല്ലോ. അതായത് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമ്പോൾ പിടിക്കപ്പെടാൻ പറ്റില്ല, ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ പിടിക്കപ്പെടും. അങ്ങനെയാണല്ലോ. അപ്പം എങ്ങനെയാണ് ശരിക്കും ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവുക? അല്ല, ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ പല വ്യക്തികളുടെ പേരിലേക്ക് യുഎസിലെ പല അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഈ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ പേര് എൻ്റെ ശ്രദ്ധയിൽ. അതായത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വന്ന പണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ അക്കൗണ്ടിലേക്ക് വന്ന പണം അത് ഇന്ത്യയിൽ നിന്നല്ലല്ലോ, ഇന്ത്യൻ അക്കൗണ്ടുകളിൽ നിന്നല്ല. അപ്പോൾ അതെങ്ങനെ പിടിക്കപ്പെടാൻ പറ്റും? അതൊക്കെ ഇനി അന്വേഷണ ഏജൻസികളുടെ കയ്യിലും നിയമങ്ങളുടെ കയ്യിലുമാണ് പല കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് പിടിക്കപ്പെടാൻ ഇത് മതി, മനസ്സിലായില്ല. അറിയാനുള്ളതാണ് മറ്റേതല്ല, മനസ്സിലായില്ല. അതായത് ബേസിക് ആയിട്ട് ക്രിമിനൽ കേസിലോ മറ്റുള്ള കേസുകളിലോ അതൊക്കെ എത്രമാത്രം നിലനിൽക്കുന്നുള്ളത് ഇന്റർനാഷണൽ പോളിസികൾക്കനുസരിച്ച് പറയപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസികളും അതുപോലെ ആ രാജ്യവുമായിട്ടുള്ള നമ്മുടെ കരാറുകളുമൊക്കെ ഇതിന് ബാധകമാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന അക്കൗണ്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ വേറെ പൈസ ഒന്നുമില്ല, പാപ്പരാന്ന് പറഞ്ഞാണ് 2020 അവരുടെ കമ്പനി വൈൻഡപ്പ് ചെയ്തേക്കുന്നത്. എക്സാലോജിക്കിന്റെ കമ്പനി വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് പാപ്പരാക്കിയാണ്. ഒന്നുമില്ല, അത് തകർന്നു പോയി. ശേഷമുള്ള ഏറ്റവും വലിയ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് അതായത് കരിമണൽ അതുവരെ ഉള്ള 40,000 കോടിയുടെ അല്ലേ നടന്നു എന്ന് പറയുന്നത്. 40,000 കോടി രൂപയുടെ മണൽ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അതെ, അതിനകത്ത് ബിസിനസ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 40,000 കോടി രൂപ 19 വരെ. അതിനുശേഷം ശേഷമല്ലേ വാരിയത്? അതെ, 2019 ശേഷം
53 ലക്ഷം മെട്രിക് ടൺ മണൽ അവിടെ നീക്കം ചെയ്തിട്ടുണ്ട്. 2019 മുമ്പ് എത്രയാണെന്ന് നമുക്കറിയില്ല. 53 ലക്ഷം മെട്രിക് ടൺ ആണ് നാട്ടുകാരുടെയും അവിടുത്തെ കണക്കനുസരിച്ച് 53 ലക്ഷം മെട്രിക് ടൺ മണൽ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഏകദേശം 40,000 കോടി രൂപ. അത് 2019 ശേഷം. അതെന്തായാലും ബാർഗെയിൻ ചെയ്തിട്ടുള്ള കച്ചവടമായിരിക്കുമല്ലോ. അവിടെയൊന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ ഒന്നും ഡീറ്റെയിൽസ് നമ്മുടെ ഒരു അക്കൗണ്ടിലും ഇല്ല, വന്നിട്ടില്ല. 2019 മുമ്പ് ഉള്ളതാണ് ഈ പറഞ്ഞ എല്ലാം. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിലും ഇപ്പോ വീണയുടെ അക്കൗണ്ടിലേക്ക് മാസപ്പടിയായി വന്ന് എന്ന് പറയുമ്പോൾ ഈ തുകയൊക്കെ 2019 മുമ്പാണ്. ഇപ്പം യുദ്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി? 3-4 മാസമായില്ലേ? ഇല്ല, 6 മാസത്തിനുള്ളിൽ. 6 മാസമായി. 6 മാസമല്ല, ശരിക്കും ഞാൻ ഫസ്റ്റ് പെറ്റീഷൻ അയക്കുന്ന 9-ാം മാസമാണ്. 9-ാം മാസം ഇപ്പോൾ ഇത് 6 മാസമായില്ലേ, 9 മാസമായി. അതായത് സെപ്റ്റംബർ മാസം വരെയാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന സമയം. ഷോൺ ജോർജ് 100% വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹത്തെ തൊടുമെന്നുള്ളത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുള്ളത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അതായത് ഇതുവരെയുള്ള ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിന് ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആഗ്രഹമുള്ള ആളല്ല ഞാൻ. ചരിത്രമൊക്കെ മാറ്റി വെക്കൂ. ഇവിടെ ഞാൻ പറയാമല്ലോ, എനിക്ക് ഞാൻ ചില ആളുകളെ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിനകത്ത് പ്രാക്ടീസ് ഒന്നും നടക്കാത്ത അവര് കാക്കും എന്നെനിക്ക് വിശ്വാസമാണ്. അതായത് കഴിഞ്ഞകാല ചരിത്രം ഇതിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. കഴിഞ്ഞകാല ചരിത്രം ലാവ്ലിൻ കേസ് എടുത്താലും അല്ല ഞാൻ ഈ ഫ്ലോറിൽ വെച്ച് തന്നെ ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചേട്ടൻ വലിയ പോരാട്ടം നയിച്ച ആളാണ്. അവിടെയൊക്കെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാതെ ഞാൻ ആരെങ്കിലും കുറ്റം പറയാൻ എനിക്ക് പറ്റുമോ? അല്ല, അത് പറയുന്നു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ ലാവ്ലിൻ കേസ് കോടതിയിൽ എത്തിയ ഏത് കാലഘട്ടത്തിലാണ്? അത് വർഷങ്ങൾക്ക് മുമ്പ് 2011 അല്ലേ? 2010 തുടങ്ങിയത്. 2010 പറഞ്ഞു. 2009 കുറ്റപത്രം. ആ സമയത്ത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്? അല്ല, അത് സമ്മതിച്ചു. അപ്പൊ എല്ലാരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയേണ്ടി വരില്ല? അല്ല, എല്ലാവരുടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. ഞാനൊരു പാവം സാധാരണ പൂഞ്ഞാറുകാരൻ. പിണറായി ഞാനൊരു സാധാരണ പാവം പൂഞ്ഞാറുകാരൻ. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്റെ കേസിൽ എനിക്ക് നല്ല വിശ്വാസം. സംസ്ഥാന BJP പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, സ്വർണ്ണക്കളക്കടത്തിൽ പിണറായി വിജയനും മകളും അറസ്റ്റിലാകും, അവരാണ് മുഖ്യപ്രതികൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. 2020 മാർച്ച് മാസത്തിലാണ് ആ സംഭവം നടക്കുന്നത്. ഇപ്പോൾ 4 കൊല്ലമായി. അല്ല, ഞാൻ പറയട്ടെ, എൻ്റെ പ്രസിഡന്റ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ പ്രസിഡന്റാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുവാദം മേടിക്കാതെ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സംഘടനാ പ്രവർത്തനം അല്ല. അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടിയേ എനിക്ക് ഏത് കാര്യവും ചെയ്യാൻ കഴിയും. എനിക്ക് ഇന്ന് വരെ എനിക്ക് എല്ലാ അനുവാദങ്ങളും തന്നിട്ടുള്ളത്. വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനൊരു BJP പ്രവർത്തകൻ എന്നതിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം വേണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. കാരണം ഞാൻ ഒരു BJP പ്രവർത്തകൻ മാത്രമല്ല, ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ആ പാർട്ടിയുടെ ഒരു ഭാരവാഹിയാണ്. അപ്പോൾ എന്നെ നിയന്ത്രിക്കാനുള്ള അവകാശമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് വരെ എന്നെ അങ്ങനെ തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ എല്ലാ തരത്തിലും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ, എനിക്ക് അനുവാദം തന്നിട്ടുള്ളൂ. പിന്നെ അപ്പം അദ്ദേഹം എന്തെങ്കിലും കാണിച്ചെന്ന് പറയാൻ പറ്റും? അല്ല, ഞാൻ എൻ്റെ അനുഭവം, ഇവിടെ നാട്ടിലുള്ള അനുഭവം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള ചരിത്രം എനിക്ക് പറയാവുന്ന പറഞ്ഞേക്കൂ. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയ ഒരാളും കൂടിയാണ്. ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ചരിത്രമൊക്കെ വഴിമാറും. അല്ല, ഇതിൽ ഞാൻ കാരണം നീ ദീർഘകാലത്തെ നിയമപോരാട്ടം മാത്രമല്ല, ജീവൻ പണയം വെച്ച് പോരാട്ടം നടത്തിയ ഒരാളാണ് ചേട്ടൻ. എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അങ്ങനെയുള്ളൊരു സംഭവം വെച്ചിട്ടാണ് ഞാൻ ഷോൺ ജോർജിന്റെ ഫൈറ്റിനെ വിലയിരുത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളിപ്പോഴും ജോലി ചെയ്തുകൊണ്ടായിരിക്കും. ആ ജോലി ഇപ്പം എനിക്ക് എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ വന്ന് പത്രസമ്മേളനം നടത്താനുള്ള ഞാൻ പറയല്ലേ, 40-45 ദിവസം നമ്മൾ നിന്നപ്പോൾ 45 ഡോക്യുമെന്റ്സ് നമ്മൾ എടുത്തു. നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് പത്രക്കാർക്ക് കൊടുക്കും. നമ്മളിതൊന്നും നമ്മളെ കൊടുത്തിട്ടില്ല. ചില ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഇത് പുറത്ത് വന്നില്ലെങ്കിൽ ശരിയാകില്ല എന്ന സാഹചര്യത്തിൽ മാത്രമേ ഞാൻ പലതും പറയാറുള്ളൂ. ഇനിയും ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ എനിക്കിനിയും ചെയ്യാനുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ സെപ്റ്റംബറിന് മുമ്പ് എനിക്ക് നിരവധി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എൻ്റെ എന്നെ ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ആ സമരസമിതി ഇപ്പോൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് എന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ അതിനൊക്കെയുള്ള ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവായിസ് തന്നാൽ ഞാൻ ഇനി മുമ്പോട്ട് എൻ്റെ ജോലികളുമായി തന്നെ മുമ്പോട്ട് പോകും. ഈ ഇലക്ഷനിൽ ഇപ്പം BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൽ കാര്യം ഈ പറയുന്ന മാസപ്പടി വിവാദം, താങ്കളുടെ പോരാട്ടം നിർണായകമായിരുന്നു വോട്ട് ഷെയർ ഉണ്ടാക്കുന്നതിൽ. പക്ഷേ ഇതിൽ ഈ സെപ്റ്റംബർ മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എങ്കിൽ ഷോൺ ജോർജിൻ്റെ നിലപാട് എന്തായിരിക്കും? സെപ്റ്റംബർ മാസം കഴിഞ്ഞ് ഒരു അന്വേഷണം റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വരേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ
ഒന്നുമില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ഓൾറെഡി തന്നെ ബോധ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവിടം വരെ പോകില്ല. ജൂലൈ മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി ഈ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടാവും. കാരണം ഇനി ജൂലൈ 15 ഇവിടെ കോടതിയിൽ KSIDC കൊടുത്ത കേസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസികളിൽ നിന്നും വ്യക്തമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 27 ഡൽഹി ഹൈക്കോടതി ഇതേ വിഷയം CMRൽ കൊടുത്ത അന്വേഷണത്തിനെതിരെ CMRൽ കൊടുത്ത കേസ് ജൂലൈ 27 വരുന്നുണ്ട്. അവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അവരുടെ രീതികളനുസരിച്ച് ഇതിനു മുമ്പും അങ്ങനെ അവരുടെ അന്വേഷണത്തിൻ്റെ ഏറെക്കുറെ ഒരു 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 പ്രൈമറി റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. ഇനിയും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്കൾ വിശ്വസിക്കുന്നത് അദ്ദേഹം നിർബന്ധമായി കുടുങ്ങും എന്ന് തന്നെയാണ്? അതായത് പിണറായി വിജയനും മകളും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന പോലെ തന്നെ കേരള സമൂഹം മുഴുവൻ ഇപ്പോൾ വിശ്വസിക്കും. അല്ല, നമ്മൾ രേഖാമൂലം അങ്ങനെയാണല്ലോ കോടതി വിധിയുടെ ഒരു അടിസ്ഥാനത്തിലാണ്. അല്ല, ഇതിന് ഈ 1,72,00,000 രൂപ മാസപ്പടി മേടിച്ചതിനൊന്നും പിണറായി വിജയന് കൊടുത്ത കാശെന്നല്ലാതെ അതിനൊന്നും ഒന്നും പറയാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മൊഴികൾ നിൽക്കുകയാണ്. ഞാൻ മൊഴികളിൽ നിന്ന് അവർക്ക് മാറ്റാനും കഴിയില്ല. താങ്കളുടെ കേസാണോ അതല്ല മാത്യു കുഴൽനാടൻ്റെ കേസാണോ ഫലപ്രദമായിട്ട്? ഞങ്ങൾ രണ്ടുപേരുടെയും ഒരേപോലെ അദ്ദേഹം നിയമസഭയിൽ ആദ്യമായിട്ട് വിഷയം ഉന്നയിച്ച അദ്ദേഹമാണ്. പിന്നെ ഈ വിജിലൻസ് കേസ് വന്നപ്പോൾ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ അത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം SFIയുടെ അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ വിജിലൻസ് എൻക്വയറിക്ക് തിരുവനന്തപുരത്ത് കൊടുത്തു. അത് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞാണ് അതിൻ്റെ വിജിലൻസ് കോടതി ഈ കുഴൽനാടൻ്റെ ഹർജി മാത്യുവിൻ്റെ ഹർജി തള്ളിയത്. അതിന് മുമ്പായിരുന്നെങ്കിൽ സഹാക്കന്മാരെല്ലാം പറഞ്ഞാൽ അയ്യോ ഇതോടെ മൊത്തം പിണറായി വിജയനെ വെള്ളപൂശി പിണറായി വിജയൻ മാന്യനാണ് എന്ന് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഹൈക്കോടതി ശരിവെച്ചൊരു കേസാണ് വിജിലൻസ് കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത്. അതിന് അപ്പീൽ അദ്ദേഹം ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് SFI അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ ഇനി മറ്റൊരു അന്വേഷണവും നിയമപരമായി നടക്കാൻ പറ്റില്ല. കാരണം അത് സെക്ഷൻ 212(14) അനുസരിച്ച് ഒരു കാരണവശാലും ഇനി ഒരു അന്വേഷണം മറ്റൊരു ഏജൻസിക്കും ഇന്ത്യ മഹാരാജ് നടത്താൻ പറ്റില്ല. പിന്നെ അപ്പം മാത്രമല്ല മുഖ്യമന്ത്രി കീഴിലിരിക്കുന്ന വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു കോമഡി ആയി പോകും. അതാണ് ഞാൻ അത് ഒരു കുറ്റമായി ഞാനൊരു വിമർശനം ഉന്നയിച്ചത് ആ ഒരു വിഷയത്തിലുള്ള. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടെ, അതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോടതി വിധി വന്നാലൊരു ഗുണം മുഖ്യമന്ത്രി പ്രസിഡൻസ് ബാധകമല്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ. പുള്ളിക്ക് എന്ത് പറഞ്ഞാലും എന്നാണോ ഉള്ള ആളല്ല. പുള്ളി ഞാൻ രാജിവെക്കലെന്ന് പറയും. ഇതിനു മുമ്പ് വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ വിജിലൻസ് ഒഴിഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മാതൃക കാണിച്ചത്. അപ്പം അങ്ങനെ ഹൈക്കോടതി വിധി വന്നാൽ മുഖ്യമന്ത്രിയെ വിജിലൻസ് ഒഴിപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു വിജയമാണ്. കേരളത്തിൽ നടന്നൊരു സംഭവം, അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുള്ള ഇടപാടാണല്ലോ നടന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതും ഭാഗമാണ്. അത് വേറൊരു കേസാണ്. ഇതിപ്പോൾ SFIO എന്നുള്ള അന്വേഷണമായ ഇതിന് കമ്പനിയുമായി ബന്ധപ്പെട്ട് അഴിമതിയായിട്ട് വരുന്ന ഗവൺമെൻറ് വരുന്ന ഒരു ഭാഗമായിട്ടല്ലേ നമ്മുടെ വരുന്നത്? രണ്ടും രണ്ടല്ലേ യഥാർത്ഥത്തിൽ? അതെ, രണ്ടാണ്. അല്ലല്ല, വിജിലൻസ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ നടന്നിട്ടുള്ള അഴിമതി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ മാറ്റർ സെയിമാണ്. മാറ്റർ എന്താണ്? CMRൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് പോകുന്നത്. അത് ഓൾറെഡി ഒരു എൻക്വയറി SFIയോടെ നടക്കുന്ന സ്ഥിതിക്ക് വിജിലൻസ് എൻക്വയറി എവിടെയാണ് നടത്തേണ്ടത്, ഇതിൻ്റെ അഴിമതി എവിടെ നടന്നു എന്നതിനെ സംബന്ധിച്ച്. പക്ഷേ SFI ഇനിഷ്യേറ്റ് ചെയ്തൊരു എൻക്വയറി അവിടെ നിൽക്കുമ്പോൾ ഇത് പ്രായോഗികമായി നടക്കില്ല. അതാണ് പ്രശ്നം. കമ്പനി അഫയേഴ്സ് അല്ലേ SFI കമ്പനി അഫയേഴ്സ് ആണെങ്കിൽ പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. പക്ഷേ രണ്ടിനും വേണ്ട ഡോക്യുമെന്റ്സ് സെയിം ആണ്. സെയിം ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരു വിജിലൻസ് എൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്താൽ അവിടെ ഈ ഡോക്യുമെന്റ്സുകൾ നമുക്കൊരു വിഷയമല്ലേ. നമ്മളെക്കാൾ നന്നായിട്ട് SFIയേക്കാൾ നന്നായിട്ട് ഇതിന് അന്വേഷണ ഏജൻസികൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് ഏറ്റവും അധികം നന്നായിട്ട് അറിയാവുന്ന ആരാ? നശിപ്പിക്കപ്പെടാനും സാധ്യതയില്ലേ വിജിലൻസ് അന്വേഷിച്ചാൽ? ഇതിനകത്ത് പല ഘട്ടത്തിലും വിജിലൻസിൻ്റെ ഒരു എൻക്വയറി കയറി വന്നാൽ ഇത് മുഖ്യമന്ത്രി ഇപ്പോൾ വിജിലൻസ് ഒഴിഞ്ഞാൽ തന്നെ CPM ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം വന്നാൽ അതൊരു അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കോടതി വിധി ഉണ്ടല്ലോ. ഏതാ? അതായത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കോടതി വിധി വന്നല്ലോ. അതിലാണല്ലോ ഈ തെളിവ്. അങ്ങനെയുള്ള 1.72 റെക്കോർഡിൽ വരുന്നത്. ആ റെക്കോർഡ് മാറ്റാൻ പറ്റില്ലല്ലോ. ആ റെക്കോർഡ് മാറ്റാൻ പറ്റില്ല. പക്ഷെ അവിടെ ആ റെക്കോർഡ് എന്തോ എങ്ങനെ ഉണ്ടായി? PCIT പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി അവരുടെ അന്വേഷണത്തിൽ ഇവർ കൊടുത്ത മൊഴി ആണ് പ്രശ്നമായത്. ആ മൊഴിയെല്ലാം ഇവരിപ്പോൾ മാറ്റി. പക്ഷെ ആ മൊഴി മാറ്റിയിട്ട് കാര്യമില്ല. മൊഴി അവിടെ റെക്കോർഡ് ആയതുകൊണ്ട്
മൊഴി മാറ്റിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, അത് ഒരു ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടൊരു സാധനം എങ്ങനെ പുറത്തു വന്നു, ഷോൺ ജോർജും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായി, ആ കോൺസ്പിറൻസിയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പം ഡൽഹി ഹൈക്കോടതിയിൽ ഇവരുടെ കണ്ടൻഷൻ. ഇവരങ്ങനെയാണ് ആരോപിക്കുന്നത്. ഞാൻ ആ കേസിൽ കക്ഷിയേരിയാണ് 27-ാം തീയതി ജൂലൈ 27-ന് ഞാൻ ഡൽഹി ഹൈക്കോടതി ഞാൻ കക്ഷിയേരി. കാരണം അതിനകത്ത് മുഴുവൻ ഷോൺ ജോർജ് ഇൻകം ടാക്സ് ഇവർ ഗൂഢാലോചന നടത്തി, പൊളിറ്റിക്കലായിട്ടുള്ള നടത്തിയ ഗൂഢാലോചനയാണെന്ന് ഇവർ പറയുന്നത്. എന്തായാലും ഷോൺ ജോർജിൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്തത് വഴി നാടിന് വലിയൊരു പോരാട്ടത്തിനുള്ള ഒരു വഴിയൊരുക്കി എന്ന് പറഞ്ഞാൽ സത്യമല്ലേ? കാരണം പിണറായി വിജയൻ നടത്തിയ പല തട്ടിപ്പുകൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഞാൻ ഓരോ നിമിത്തങ്ങൾ കാണാറുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരനാകാൻ നിന്ന ആളല്ല. ഞാൻ ചെറുപ്പം മുതൽ വീട്ടിൽ കണ്ടതും കേട്ടതും എല്ലാം രാഷ്ട്രീയമാണ്. എൻ്റെ മുമ്പിൽ വരുന്ന ആളുകൾ, അത് രാഷ്ട്രീയമൊന്നുമില്ല, എൻ്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയും. കുഞ്ഞിലേ മുതൽ അപ്പൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തകനാകണം അല്ലെങ്കിൽ ജനപ്രതിയാകണമെന്നും ജീവിതത്തിൽ ആഗ്രഹിച്ചില്ല. എന്നെ ജനപ്രതിയാക്കിയതും എന്നെ പൊതുപ്രവർത്തകനാക്കിയതും എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ജനങ്ങളാണ്. അപ്പം ഇവിടം വരെ കൊണ്ട് നിർത്തിയതും അവരാണ്. കാരണം ഞാൻ LLB കഴിഞ്ഞിട്ട് വിദേശത്തോട്ട് പോകാൻ അഡ്മിഷൻ വരെ റെഡിയാക്കി LLMന് പോകാൻ വേണ്ടി നിന്ന ആളാണ്. അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് എൻ്റെ കല്യാണമായി, ആ പോക്ക് മുടങ്ങി. പിന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോയപ്പോഴും ഞാൻ പിന്നീട് ക്രമേണ രാഷ്ട്രീയത്തിൽ സജീവമായി. അതിനുശേഷം യുവജന ക്ഷേമ ബോർഡിൻ്റെ ഡയറക്ടറായി, പാർട്ടി ജനറൽ സെക്രട്ടറിയായി, ലോ യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി, പാർട്ടിയെ പ്രതിനിധീകരിച്ച്. അതിനുശേഷം പിന്നീട് അപ്രതീക്ഷിതമായി ഞാൻ ജനപ്രതിനിധിയായിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നു. ഒറ്റയ്ക്ക് ഒന്ന് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ അവിടെ നിന്നോട്ട് എനിക്ക് പുറകോട്ട് പോകാൻ മേലാത്ത രീതിയിൽ എന്നെ ആളുകൾ വിശ്വസിക്കുന്നു. ഒരാൾ നമ്മളെ, ഇപ്പോൾ ചേട്ടനാണെങ്കിലും എന്നെ ആണെങ്കിലും ഒരാൾ നമ്മളെ അന്ധമായി വിശ്വസിച്ചാൽ നമുക്ക് അവരോട് തിരിച്ചുള്ളൊരു ബാധ്യത വലുതാണ്. എൻ്റെ കൂടെയുള്ള ഒരു പറ്റം ആളുകൾ, എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്. അവരെന്നെ ഞാൻ അവരെ നേതാവെന്ന് പറഞ്ഞാൽ ജനങ്ങളെ നയിച്ചോണ്ട് പോകുന്നതല്ല. പക്ഷേ എൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. എന്നെ ഒരു പറ്റം ആളുകൾ എന്നെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ പൊതുപ്രവർത്തനം ഇതുവരെ. അപ്പോൾ അവരോടുള്ള എൻ്റെ ഒരു വിശ്വാസ്യതയും അവരോടുള്ള എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റുമാണ്. അതിനകത്ത് എനിക്ക് അതിനു മുമ്പിൽ എൻ്റെ നഷ്ടങ്ങൾ, എൻ്റെ സമയം, എൻ്റെ ജീവിതം ഇതൊന്നും ഞാൻ ചിന്തിക്കുന്ന ആളല്ല. അതിൽ ഞാൻ വലിയ ആനന്ദം കണ്ടെത്തുന്ന ആളാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന അല്ല എന്നോട് സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ള ആളാണ്. അതിൽ എൻ്റെ ലാഭനഷ്ടങ്ങൾ ചിന്തിക്കാറില്ല. തൃശ്ശൂരും തിരുവനന്തപുരം വിജയിച്ചില്ലെങ്കിൽ പോരാട്ടം നടന്നു. അല്ല, ആറ്റിങ്ങൽ ഏറ്റവും വലിയ പോരാട്ടം ആറ്റിങ്ങൽ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ 15,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് ആറ്റിങ്ങൽ ഒരു സർവേയിലും ആറ്റിങ്ങൽ എവിടെയും ഇല്ലായിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നൊരു സ്ഥലം ആറ്റിങ്ങലാണ്. തിരുവനന്തപുരത്ത് നമുക്കറിയാം കൂടിയിട്ടില്ല. അല്ല, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വലിയ പിക്ചർ നമുക്ക് കിട്ടി. ഇവിടെ അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് വി മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ഭയങ്കര പ്രയത്നം അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ ഞാനത് പറയാതെ പോയാൽ മര്യാദകളാകും. അതുപോലെ ആലപ്പുഴ ശോഭ ചേച്ചിയുടെ ഒരു വലിയ പോരാട്ടം നിസ്സാരമായിട്ട് കാണാൻ നമുക്ക് കഴിയുന്ന കാര്യമല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ അത് പരാജയപ്പെട്ടു? അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഞാനൊരു കാര്യം പറയാം, അവിടെ PC ജോർജ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഷോൺ ജോർജ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ അതിൻ്റെ റിസൾട്ട്? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എത്ര ഓൺലൈൻ ചാനലുണ്ട്? അത് ഇപ്പം ക്രൈം നന്ദകുമാർ നടത്തുന്ന ഓൺലൈൻ ചാനൽ പോലെ പറ്റുമോ? അത് ഓരോരുത്തർക്കും ഓരോ റേറ്റിംഗ് ഉണ്ട്. അപ്പം അനിൽ ആൻ്റണി എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും എനിക്ക് ബോധ്യമുള്ള ആളാണ്. പക്ഷെ അത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തിയെടുക്കാൻ നമുക്ക് 1 മാസം പോരാ. അതാണ് അവിടെ സംഭവിച്ചത്. അനിൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നിൽക്കുന്ന ആളാണ്, ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയൊക്കെ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്നെപ്പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കൈകൊണ്ട് കൊടുത്ത് ചായക്കടക്കരി ഇരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി, അദ്ദേഹം ജീവിച്ചു വന്ന ശൈലിയൊക്കെ മറ്റൊന്നാണ്. അപ്പം ഈ പത്തനംതിട്ടയുടെ ഒരു സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ടു വരാൻ അദ്ദേഹത്തിന് എടുത്ത സമയം തന്നെ ആകെപ്പാടെ 34 ദിവസമാണ് നമുക്ക് ഇലക്ഷൻ പ്രചരണത്തിന് കിട്ടിയത്. ആ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. PC ജോർജ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഷോൺ ജോർജ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എൻ്റെ ചോദ്യം അതാണ്, PC ജോർജോ ഷോൺ ജോർജോട് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ? അല്ലല്ല, മറ്റൊരു ബലമാവും. എനിക്ക് ജയിക്കോ തോക്കോ ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയാം, ബലം മറ്റൊന്നാകുമായിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് പാർട്ടിയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. പാർട്ടി എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കണം. ഇപ്പം ഇവിടുന്ന് ഷോൺ ജോർജിനെ പോലെ ഒരാൾ ഡൽഹിയിൽ ആവശ്യമൊന്നുമില്ല. ഡൽഹിയിൽ ഒത്തിരി പ്രഗത്ഭരിപ്പുണ്ട്.
അപ്പോൾ ഷോൺ ജോർജിനെ ആവശ്യമുള്ളത് അല്ലെങ്കിൽ പി സി ജോർജിനെ പാർട്ടിക്ക് ആവശ്യമുള്ള കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് അതിൻ്റെ ഒരു ഉള്ളത് കൊണ്ടാകാം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇവിടുന്ന് ഡൽഹിയിൽ അനിലാണ് ആവശ്യം, അനിലിനെ ഡൽഹിയിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ ഷോൺ ജോർജിനെ ആവശ്യം കേരളത്തിലാണ്. ആ വ്യത്യാസമുണ്ട്. ഈ കേരളത്തിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വന്നത് താങ്കളുടെ ഒരു പോരാട്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അങ്ങോട്ട് എന്താണ്? കാരണം എന്താ വെച്ചാൽ ഡൽഹിയിൽ പഴയ പോലെ ഒരു പ്രതാപം മോഡിക്കില്ല. ഇന്നലെ മുതൽ പ്രതാപം ആയല്ലോ. ഇന്നലെ പാർലമെന്റ് സെഷൻ സ്പീക്കർ തെരഞ്ഞെടുപ്പ് മുതൽ എടുത്തു നോക്കി. മോഡിയുടെ ഒരു പ്രഭാവത്തിന് എന്തെങ്കിലും ഒരു മങ്ങലേറ്റതായിട്ട് ഇനി അങ്ങോട്ട് കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഒരു കൊല്യൂഷൻ ഗവൺമെൻറ് വരുന്നു, ഒരു മുന്നണി സർക്കാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാം മോഡി അങ്ങ് തീർന്നു, അല്ലെങ്കിൽ BJP തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഘടകകക്ഷി അനങ്ങിയോ? അവരൊക്കെ കൃത്യമായി ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഇതുവരെ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുവരെ നെഗോസിയേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, പക്ഷെ ഒരു അസ്വാരസ്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കപ്പാസിറ്റി, ഇപ്പം പാർട്ടിയുടെ കപ്പാസിറ്റി മാറ്റിവെച്ചോ അല്ലെങ്കിൽ BJPയുടെ ഒരു സംഘടനാ സംവിധാനമൊക്കെ മാറ്റിവെച്ചാൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കപ്പാസിറ്റി നമ്മൾ അളക്കേണ്ടത് തന്നെയാണ്. ആ കൈകളിൽ ഈ രാജ്യവും പാർട്ടിയും സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം. കേരളത്തിൽ ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുന്നു എന്ന് പറയുന്ന ചില പ്രചരണങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ വെറും 3 രൂപ മെമ്പർഷിപ്പുകാരനാണ്. എൻ്റെ പാർട്ടിയിൽ വെറും 3 രൂപ മെമ്പർഷിപ്പ് ഉള്ള പാർട്ടിയാണ്, ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നോട് എന്തു തരത്തിലും എന്നോട് പാർട്ടി ഏത് ചുമതല എന്നെ ഏൽപ്പിച്ചാലും അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് സംസ്ഥാന ഞാൻ ഈ പാർട്ടി വന്നിട്ട് 6 മാസമായിട്ട് 5 മാസം കൃത്യമായി പറഞ്ഞ 5 മാസം 5 മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് പോയി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ താങ്കൾക്ക് അവസരം കിട്ടി. അത് എന്നെ പാർട്ടി എനിക്ക് നല്ല വലിയ അംഗീകാരമല്ലേ. കേരളത്തിൽ ഒരു പാർട്ടി നേതാവിനും ഇല്ലാത്ത പോരാട്ട നായകൻ കൂടിയാണ് താങ്കൾ. ഞാൻ ഇന്ന് വരെ ഈ 5 മാസം കൊണ്ട് എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുള്ള അംഗീകാരങ്ങളെല്ലാം പ്രധാനമന്ത്രി വന്ന വേദിയിൽ ആകെപ്പാടെ 4 പേരെ പ്രസംഗിച്ചിട്ടുള്ള പത്തനംതിട്ടയിൽ. അതിലൊരാളായിരുന്നു ഞാൻ. തിരുവനന്തപുരത്ത് എനിക്ക് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ അവസരം കിട്ടി. മാത്രമല്ല ഇന്ന് വരെയും ഈ നിമിഷം വരെയും എല്ലാ തരത്തിലും എൻ്റെ പാർട്ടി എന്നെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഞാൻ വളരെ സന്തുഷ്ടനാണ്. മാത്രമല്ല ഒരു ജനവിഭാഗം മധ്യ കേരളത്തിലൊരു കർഷക സമൂഹം, അതുകൂടെ എനിക്കൊരു വലിയ സന്തോഷമുള്ളൂ. മധ്യ കേരളത്തിലൊരു കർഷക സമൂഹത്തിന് BJPയുടെ ഐക്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടവും മാറിയിരിക്കുന്നു. ഒരു കാലത്തൊക്കെ നമ്മൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പിന്തുണ കൊടുത്തു. ആ സമയത്തൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മളൊക്കെ ആളുകൾ പിടിച്ചു നിർത്തി നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്, എന്താ വെള്ളം എന്താ, നമ്മളോട് സ്നേഹം കൊണ്ടായിരിക്കാം, നമ്മളെ പിടിച്ചു നിർത്തി വഴക്ക് പറയുമായിരുന്നു. കാരണവന്മാരൊക്കെ പിടിച്ചു നിർത്തി എന്തായി കാണിക്കുന്നത്. പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിട്ട് മുമ്പോട്ട് പോകണം, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു വലിയ മെസ്സേജ് അവർ നമുക്ക് തരുമ്പോൾ എനിക്ക് വലിയൊരു ആത്മവിശ്വാസമാണ്. പക്ഷേ ഇതിനിടയിൽ വലിയ തടയപ്പെടുന്നു എന്ന് പറയുന്ന വല്ല സംഭവങ്ങളുണ്ടായിട്ട് കോട്ടയത്ത് ജോർജ് കുര്യന് സ്വീകരണം കൊടുത്തപ്പോൾ PC ജോർജിനെയോ ഷോൺ ജോർജിനെയോ ഉണ്ടായിരുന്നു. പിന്നെ PC ജോർജിനെ വിളിച്ചില്ല. പപ്പ ഇല്ലായിരുന്നു. പപ്പ അന്നില്ലായിരുന്നു. അതെ, പപ്പ മാത്രമല്ല, പപ്പ എനിക്കൊന്ന് ഞാൻ കാര്യങ്ങൾ ചോദിച്ചില്ല. പപ്പ ഒരു ജില്ലാ കമ്മിറ്റി പരിപാടിയായിരുന്നു, അതുകൊണ്ടായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ പപ്പ അറിയിച്ചോ, പപ്പ എന്താണെന്ന് സ്ഥലത്തില്ലായിരുന്നു. എന്നെ വിളിച്ചിരുന്നു, ഞാൻ ആ വേദിയിലുണ്ടായിരുന്നു. ജോർജ് ചേട്ടന് ഞങ്ങളെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോർജ് ചേട്ടൻ്റെ അഭാവം ഞങ്ങൾക്കൊക്കെ പ്രശ്നമാണ്. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ പത്രസമ്മേളനത്തിന് പോകുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി ഓഫീസ് ചാർജ് സെക്രട്ടറി എന്ന നിലയിൽ, ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹമായിരുന്നല്ലോ. അപ്പോൾ ജോർജ് ചേട്ടൻ എന്നെ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ തന്നിട്ടുള്ള, എന്നെ ഏറ്റവും അധികം എന്നെ നിയന്ത്രിച്ചിരുന്ന ഒരാൾ ജോർജ് ചേട്ടൻ. ജോർജ് ചേട്ടൻ്റെ അഭാവം ഇപ്പോൾ പ്രശ്നമാണ്. എല്ലാ ദിവസവും രാവിലെ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഇപ്പം മന്ത്രിയല്ലേ, എത്രയ്ക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്കുണ്ടല്ലോ, നമ്മൾ അങ്ങനെ ഉപദ്രവിക്കാനും പാടില്ല. ഇന്ന് രാവിലെ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച അദ്ദേഹമാണ്. രാവിലെ 6:30 മണിക്ക് കണ്ണൂരിലെ ഒരു പ്രോഗ്രാം ഞാൻ പ്രചരിപ്പിച്ചിരുന്നു. രാവിലെ 6:30 മണിക്ക് എന്നെ ഇന്ന് രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ചതും ജോർജ് ചേട്ടനാണ്. അതായത് ഈ BJPക്ക് വലിയൊരു മുന്നേറ്റം ഇപ്പോൾ പ്രാവശ്യം ഉണ്ടായി എന്നുള്ള സത്യമാണ്. തുടർന്നിട്ട് അടുത്ത ഘട്ടം ഇലക്ഷൻ വരാൻ പോവാണ്. നിയമസഭാ ഇലക്ഷൻ മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇവിടെ കേരളത്തിൽ BJP ഒറ്റയ്ക്ക് നിന്ന് പച്ചപിടിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഒരു വലിയ പദ്ധതി അതിന് തയ്യാറാവും. അതിന് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 26 മുതൽ 30% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഇനിയുള്ള ലക്ഷ്യം. സ്വാഭാവികം, ഞാനിത് എൻ്റെ മനസ്സിലുള്ള കാര്യം
പൊതുവായി പറഞ്ഞ ഒരു പാർട്ടി ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്ത കാര്യമല്ല ഞാൻ പറയുന്നത്. 26 മുതൽ 30% പാർട്ടിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. അവിടെ നിന്നും 2026 എല്ലാവരും ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, 11 മുതൽ 20 സീറ്റ് വരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് അതിന് മുകളിലാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്താൽ 0 to 80 പോലും പോസിബിളാണ് 26 എന്ന് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ധ്രുവീകരണം കേരളത്തിലുണ്ടാകുന്നുണ്ട്. ആ ധ്രുവീകരണം കൃത്യമായി ഉണ്ടായാൽ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതുണ്ടായേനെയും, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് 2-3 സീറ്റ് പോയത്. അല്ലെങ്കിൽ കേരളത്തിൽ CPM 1 സീറ്റും BJPക്ക് 4 സീറ്റും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ തന്നെ തീർന്നായിരുന്നു. പക്ഷെ അത് എന്നാ പറയുന്നത്, എല്ലാം കൂടെ 50,000 വോട്ടിന് 4 സീറ്റ് പോയി. അപ്പം ആ ഒരു വലിയ ഒരു ചെറിയ ഇത് നമുക്കുണ്ടായെങ്കിലും അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കോൺഗ്രസിൻ്റെ സംഘടനാശേഷിയുടെ 10 ഇരട്ടിയുണ്ട് BJPക്ക്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഷെയർ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വലിയ വ്യത്യാസമാണെങ്കിൽ പോലും സംഘടനാ കാര്യങ്ങളിൽ BJPയുടെ 10-1 സംഘടനാ സംവിധാനം ഇന്ന് കോൺഗ്രസിനില്ല കേരളത്തിൽ. അപ്പോൾ അത് ത്രിതല പഞ്ചായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നിർത്താനും ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ 6 മാസമുള്ളൂ, അത് ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ BJP കഴിയുന്ന എൻ്റെ വിശ്വാസം. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബൂത്ത് തലത്തിൽ പോലും പ്രവർത്തനം സജീവമായിരുന്നില്ല പല സ്ഥലങ്ങളിലും BJP. അതേസമയത്ത് കോൺഗ്രസ്സിന് 25,000 ബൂത്തുകളിലും അവർ പ്രവർത്തന സജ്ജമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് എനിക്ക് കൃത്യമായിട്ടറിയാം, ശശി തരൂരിൻ്റെ 200ഓളം ബൂത്തുകളിൽ ബൂത്ത് ഏജൻറ്റുമാരില്ലായിരുന്നു. 26,000 കണക്കൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ ഒരു പ്രശ്നം പലപ്പോഴും ഞാനൊരു വിമർശനപരമായി ഞാനിപ്പോഴും പാർട്ടിക്കുള്ളിൽ പറയുന്നൊരു കാര്യം, ഒരു പഞ്ചായത്ത് എടുത്താൽ അവിടെ ഒരു 6 ബൂത്തിൽ പാർട്ടി ഭയങ്കര സജീവമായിരിക്കും, ബാക്കിയുള്ള 3-4 ബൂത്തിൽ പാർട്ടി ഇല്ലായിരിക്കും, പാർട്ടി അത് സജീവമല്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. പക്ഷെ അത് മാറി വരുന്നുണ്ട്. അത് ഈ വരുന്ന ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി പാർട്ടി സജ്ജമാകും. പക്ഷെ ഒരു പഞ്ചായത്ത് ഒരു യൂണിറ്റ് എന്നതിൽ എടുത്തു നോക്കിയാൽ BJPയുടെ അത്രയും പ്രവർത്തകർ ഇന്ന് CPM-നോ കോൺഗ്രസിനോ ഇല്ല. ഏത് പഞ്ചായത്ത് എടുത്ത് നോക്കിയാലും ഇപ്പോൾ ചില ബൂത്തുകളിലേക്ക് ചെല്ലുമ്പോൾ ചില സ്ട്രെങ്ത് കുറവ് ഉണ്ടാകാം. പക്ഷേ ആസ് എ ഹോൾ ഒരു പഞ്ചായത്ത് ഒരു യൂണിറ്റായിട്ട് എടുത്താൽ ഇത്രയും സ്ട്രോങ് പ്രവർത്തകരുള്ള, ഇത്ര ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുള്ള, ഇപ്പോൾ അറിയത്തില്ല, നമുക്ക് ഈ ഇലക്ഷനൊക്കെ ഇപ്പോൾ അറിയാമല്ലോ, പൈസ ചെന്നില്ലെങ്കിൽ ഏതെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളിൽ അല്ല കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ അല്ലായിരുന്നു പൈസ ചെന്നില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി മുണ്ടുമുറുക്കി സഹായകന്മാർ. പക്ഷെ അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകർ ഇന്ന് BJPക്ക് ഉള്ളൂ. അവിടെ ഈ ഇലക്ഷൻ്റെ ബൂത്ത് പ്രവർത്തനങ്ങൾക്കൊന്നും സംഘടനാപരമായ പണമൊന്നും എത്തിയില്ലെങ്കിലും കൈക്കാശ് മുടക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകർ ഇന്ന് കേരളത്തിൽ BJPക്ക് ഉള്ളൂ. CPM-നും ഇല്ല, കോൺഗ്രസിനും ഇല്ല. അതായത് ഇന്ത്യയിൽ മുഴുവൻ എന്ന് പറയുന്നതല്ല, UP-യിലടക്കം BJPക്ക് തിരിച്ചടി കിട്ടിയപ്പം കേരളത്തിൽ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മോഡി തരംഗം കേരളത്തിലായിരുന്നു. അതെ, കേരളത്തിലാണ് മോഡി തരംഗം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ്. നമ്മൾ 0 ആണല്ലോ അവിടെ, 0 തുടങ്ങിയത്. എന്ന് BJP സ്വന്തമായി അധികാരത്തിൽ വരും? ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഉത്തരം നേരത്തെ പറഞ്ഞു. ഞാൻ 26-ൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിർണായകമായി അവിടെ 26-ൽ തന്നെ ഇവിടെ ഭരണം തീരുമാനിക്കുന്നത് ഉള്ള മാൻഡേറ്റ് BJPക്ക് ഉണ്ടാവും. 29-ൽ 31 ഞാൻ പറയുന്നില്ല, 29-ൽ ഇപ്പോഴത്തെ ഇതനുസരിച്ച് പുതിയ സെൻസസ് അനുസരിച്ച് ഡീലിമിറ്റേഷൻ ഉണ്ടായാൽ 2029-ൽ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇനിയിപ്പോൾ അതിൻ്റെ നിയമകാര്യങ്ങളൊക്കെ അത് വലിയ പ്രോസസ്സാണെന്നാണ് എൻ്റെ വിശ്വാസം. ലോക്സഭയും നിയമസഭയും ഒരുമിച്ച് നടക്കുന്നു. മാത്രമല്ല ഇനി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ആ കാലഘട്ടം കുറഞ്ഞ് നടത്തിയില്ലെങ്കിൽ പിന്നെ അത് കോടതി ചോദ്യം ചെയ്യപ്പെടാം. അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. ഷോൺ ജോർജിൻ്റെ ആഗ്രഹം എന്ന് പൂർത്തിയാക്കുക, അതായത് താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന്, താങ്കളുടെ പിതാവിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു, നിയമപരമായിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് താങ്കളുടെ ഏറ്റവും വലിയ അംബീഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ അങ്ങനെ ഒരു അംബീഷനൊക്കെ കൊണ്ടുനടക്കുന്നത്. താങ്കളുടെ പിതാവിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു, അതിനാൽ എനിക്ക് തിരിച്ചാണ് ആഗ്രഹം. എനിക്ക് നിയമപരമായി അറസ്റ്റ് ചെയ്യണമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്.
നിയമവിരുദ്ധമായ എന്റെ പിതാവിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ എന്റെ ആഗ്രഹം തിരിച്ചാണ്, നിയമപരമായി എല്ലാ തെളിവുകളോടും കൂടി ഒരു അറസ്റ്റ് ചെയ്യണം. അതെന്ന് നടക്കും? അത് അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കട്ടെ, അവർക്ക് വിട്ടുകൊടുക്കും. കാരണം ഞാൻ ഇത് പറയുമ്പോൾ എന്നാ ഇവൻ തീരുമാനിക്കുന്നവർ നടക്കട്ടെ. സെപ്റ്റംബർ മുമ്പ് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ 31 മുമ്പ് അതിനകത്തൊരു വ്യക്തത ഉണ്ടാകണമല്ലോ. സെപ്റ്റംബർ 30 മുമ്പ് 31 അതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള കാലാവധി. എന്തായാലും ഷോൺ ജോർജ് പോരാട്ടത്തിലാണ്. പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യുന്ന നിമിഷത്തിന് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. അത് നിയമപരമായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. നന്ദി, നമസ്കാരം.